ഈ അസത്തിൽ നിന്ന് സത്തിലേക്കുള്ള യാത്ര, അതാണ് ഓം സത്ത്. സവിതുർവരേണ്യം, ഈ ഉറുവിയെ വരേണ്യമാക്കുന്ന സവിതാവേ. എന്താ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് ലോട്ടറി അടിപ്പിച്ചു തരണേ എന്നാ പ്രാർത്ഥിച്ച? അങ്ങനെയുണ്ടോ? എന്റെ നാട്ടില് ഒരുത്തൻ ആത്മഹത്യ ചെയ്തു. അവന്റെ പേര് സെബാസ്റ്റ്യൻ. എന്തിനാ ആത്മഹത്യ ചെയ്തത്? ആർക്കും പിടിയില്ല. അന്വേഷിച്ചപ്പോ മനസ്സിലായി, അവന്റെ കൂട്ടുകാരും, അവൻ ചുമട്ടുതൊഴിലാളിയാ, കൂട്ടുകാർ പറഞ്ഞു അവൻ സഹകരണ ബാങ്കിൽ നിന്ന് 50,000 രൂപ ലോൺ എടുത്തു. എന്നിട്ട് ക്രിസ്മസ് ബമ്പറിന്റെ 100 ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 500 രൂപ. 100 ടിക്കറ്റ് എടുത്തു. 100 ടിക്കറ്റ് എടുത്തിട്ട് ദിവസം പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും, എനിക്ക് ഒന്ന് അടുപ്പിച്ച് ചേർത്ത്. അവസാനം റിസൾട്ട് വന്ന് നോക്കുമ്പോൾ അടുപ്പിച്ച് 100 ടിക്കറ്റ് എടുത്ത പാല് അവസാനത്തെ നമ്പർ ഒരുപോലെ വന്നാൽ കുറച്ച് ചില്ലറ പൈസ കിട്ടി. എല്ലാം കൂടി 1,000-2,000 രൂപ കിട്ടി. 50,000 രൂപ തിരിച്ചടക്കാൻ നിവൃത്തിയില്ല. ഇത്ര ദിവസം പ്രാർത്ഥിച്ചു, എനിക്കൊന്ന് ഒരു ടിക്കറ്റ് 100 ഉണ്ടായിട്ട് ഒന്നിനും അടുപ്പിച്ചു തരാത്തതിന്റെ ഇച്ഛാഭംഗം കൊണ്ട് ആത്മഹത്യ ചെയ്തു. ഇവന്റെ ഭാര്യയും കുടുംബം എല്ലാം അനാഥരായി. ഇവന്റെ ധാരണ എന്താ? ദൈവം ഇവന്റെ നമ്പറും കുറിച്ച് പോയിട്ട് തിരുവനന്തപുരത്ത് ലോട്ടറി എടുക്കുന്ന അടുത്ത നറുക്കിൽ ഇവന്റെ നമ്പർ തെറിപ്പിച്ചു കൊടുക്കുന്ന ആളാ ദൈവം. ഇതാണോ ദൈവത്തിന്റെ പണി? നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ആ നമ്പറിനെ ലോട്ടറി അടിപ്പിച്ചു കൊടുത്ത ഒരൊറ്റ ദൈവത്തെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആരാത്? കിലിക്ക സിനിമയിലെ രേവതി. കിലിക്കസ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൽ രേവതി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ഇന്നസെന്റിന്റെ നമ്പർ നേരത്തെ കുറിച്ചെടുത്തിട്ട് അതിന് ലോട്ടറി കിട്ടുന്നേട്ടാ കാമധേനുവിന്റെ ഫലം എന്ന് പറഞ്ഞ് വായിച്ചു കൊടുക്കുന്നു. ഈ പണിയാണോ ദൈവത്തിന്? ഇതൊന്നുമല്ല. ദൈവം ലോട്ടറി അടിപ്പിച്ചു തരുന്ന ആളല്ല, ദൈവത്തെ പലതും ഏൽപ്പിക്കുക. ദൈവം എന്താ ഇവന്റ് മാനേജ്മെന്റ് ആണോ? ദൈവം കൊട്ടേഷൻ സംഘാണോ? പലരും ശത്രു സംഹാര പൂജ നടത്താൻ വേണ്ടി അമ്പലത്തിൽ വരും. ശത്രു സംഹാര, ഏതോ ഒരുത്തൻ എന്നെ ഇടങ്ങാറാക്കുമെന്ന് ഭയന്നിട്ടാണ് ശത്രു സംഹാര പൂജ. എന്ത് വിഡിത്തമാണ്! ദൈവം നിങ്ങൾ പൂജ കൊടുത്തതിന്റെ പേരിൽ നിങ്ങളെ ശത്രുവിനെ പോയിട്ട് ഇടങ്ങാറാക്കും. ഇതാണോ ദൈവം? കൊട്ടേഷനാണോ? ആരെ ശത്രു? ശത്രു നമ്മുടെ ഉള്ളിലുണ്ട്. ആ ശത്രുവിനെ ഒഴിവാക്കാൻ കാമക്രോധ ലോഭ മോഹ മത മത്സര്യങ്ങളാണ് ശത്രു. കാമം, മൃഗങ്ങളുടെ എല്ലാ കാമവും നമുക്കുണ്ട്. നമ്മുടെ ശരീരത്തിൽ കാമമുണ്ട്. കാമമുള്ളതുകൊണ്ടല്ലേ നമ്മളുണ്ടായേ. നമ്മളെ അച്ഛനും അമ്മയ്ക്കും കാമം ഉള്ളത് കൊണ്ടാണ് നമ്മളുണ്ടായ. നമുക്ക് കാമമുള്ളത് കൊണ്ടാണ് മക്കളുണ്ടായത്. കാമവാവ. പക്ഷെ എപ്പോ, എങ്ങനെ? ശരീരത്തിന്റെ കാമവും കാമത്തെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കലാണ് മനുഷ്യത്തെ വളർത്തൽ. നമ്മളെ കുട്ടികളെ പേര് വിളിക്കൂലേ, പാല് കൊടുക്കൂലേ? അപ്പൊ ആ അവസരത്തിൽ അവന്റെ ശരീരത്തെ പിടിച്ചു കെട്ടൂലേ? അരയില് നൂല് കെട്ടുന്നാണ്ടില്ലേ? എന്തിനാ നൂല് കെട്ടുന്നത്? ഞാൻ പല സ്വാമിമാരോടും ആധ്യാത്മിക പ്രഭാഷകന്മാരോടും ചോദിച്ചു, എന്തിനാ നൂല് കെട്ടുന്നത്? ഉത്തരം ആരും പറഞ്ഞില്ല. ഒരു വയോജന സംഗമത്തിൽ ഞാൻ ഈ ചോദ്യം ഉന്നയിച്ചപ്പോ റിട്ടയർഡായ ഒരു ടീച്ചർ പറഞ്ഞൊരു മറുപടിയുണ്ട്. നൂല് കെട്ടുന്നതിന്റെ ഉത്തരം ആരും പറഞ്ഞു തന്നില്ല, മോനെ ഇല്ല. എന്നാൽ ഞാനൊരു ഉത്തരം പറയാം. എന്താ? കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന അമ്മയാണ്, പ്രസവിക്കുന്നത് അമ്മ മാത്രമാണ്, മുലയൂട്ടുന്നത് അമ്മ മാത്രമാണ്, എല്ലാം ചെയ്യുന്നത് അമ്മ മാത്രമാണ്. പക്ഷെ കുട്ടി അമ്മയുടെ മാത്രമല്ലല്ലോ, അച്ഛന്റെ കൂടിയല്ലേ. അപ്പൊ അച്ഛനൊരു പ്രയാസവും പരാതിയും വേണ്ടാന്ന് വിചാരിച്ചിട്ട് 28ാമത്തെ ദിവസം കുട്ടീനെ പാർട്ടീഷൻ ചെയ്ത് രണ്ടാക്കി നടുക്കൊരു അതിരിടുന്ന, പകുതി അച്ഛന് പകുതി അമ്മക്ക്. അതിനാണ് അരയിലെ നൂല് കിട്ടുന്നത്. ആ സ്ത്രീ പറഞ്ഞ മറുപടി എത്ര സുന്ദരമാണ്. പക്ഷെ അതല്ല. ആ ശരീരത്തെ പിടിച്ച് കെട്ടുക. ശരീരത്തിന്റെ ചോദനകൾ അത് മൃഗചോദനകളാണ്. എന്താ മൃഗചോദന? മൃഗങ്ങൾക്കെല്ലാം ഉള്ള ചോദന നമുക്കുണ്ട്. ഉണ്ണല്, ഉറങ്ങല്, ഉണ്ണിയുണ്ടാക്കല്, വിസർജിക്കല്. ഈ 4 നമുക്ക് തോന്നൂലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി കക്കൂസ് പോവില്ലേ? മോഹൻലാലും മമ്മൂട്ടിയും കക്കൂസ് പോവില്ലേ? അവരെല്ലാം ഇണചേരുന്നില്ലേ? അവരെല്ലാം ഉറങ്ങുന്നില്ലേ? അവരെല്ലാം ഭക്ഷിക്കുന്നില്ലേ? അതൊക്കെ നമുക്കുണ്ട്. നമ്മുടെ ശരീരം മൃഗമായതുകൊണ്ട് അത് നിഷേധിക്കാൻ പറ്റില്ല. അതൊക്കെ വേണം. പക്ഷെ അതിനാണോ പ്രാധാന്യം? അതിന് പ്രാധാന്യമായ മൃഗമായി. ഈ അമ്പലപ്പറമ്പിൽ ഇപ്പൊ ഒരു പശു വന്നു. ഈ പശുവിന് മൂത്രയിക്കാൻ മുട്ടി. മൂത്രയിക്കാൻ മുട്ടുമ്പോ മനസ്സ് പറയോ ഇവിടെ പറ്റൂല, ടോയ്ലറ്റ് പോണോ, ആലയിലെത്തട്ടെ എന്ന് പറയോ? ഇല്ല. ശരീരം ഗുരുവും മനസ്സ് ലഘുവായ മനുഷ്യൻ. ശരീരം ഗുരുവും മനസ്സ് ലഘുവായാൽ മനുഷ്യൻ. മനസ്സ് ഗുരുവും ശരീരം ലഘുവായാൽ, സോറി ഞാൻ പറഞ്ഞു തിരിഞ്ഞുപോയി. ശരീരം ഗുരുവും മനസ്സ് ലഘുവായ മൃഗം. മനസ്സ് ഗുരുവും ശരീരം ലഘുവായാൽ മനുഷ്യൻ. പിടിയോ? ആദ്യം പറഞ്ഞത് പറ്റിയത് പിടിപ്പോയതാ കേട്ടോ. മനസ്സ് ഗുരു എന്ന് പറഞ്ഞാൽ വലുത്.
ലഘു എന്ന് പറഞ്ഞ് ചെറുത്. മാഷന്മാർ അധ്യാപകരെ ഗുരു എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാ? രണ്ടർത്ഥത്തിലാ. ഗും രുഗ്യതേ ഇതി ഗുരു. ഗും ഇരുട്ട് പ്രവേശിക്കുന്നത് തടയുന്നവൻ, നമ്മുടെ ഉള്ളിൽ അന്ധകാരം പ്രവേശിക്കുന്നത് തടയുന്നവൻ ഗുരു. രണ്ടാമത് വലുത്, കുട്ടികളെക്കാൾ വലിയത്. ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് പത്രത്തിൽ വാർത്ത കണ്ടാൽ മാഷക്ക് പരിക്ക് പറ്റിയെന്ന് ആരും വായിക്കുമോ? ഇല്ല, വലിയ പരിക്ക് പറ്റിയെന്ന. ഗുരു വലുത്, ലഘു ചെറുത്. ഭൂമി ഗുരു വലുതാണ്, ആപ്പിള് ചെറുതായത് കൊണ്ടാണ് ആ വലിയ ഗുരു ചെറിയ ആപ്പിളിനെ പിടിച്ചു വലിക്കുന്നത് കൊണ്ട് ഗുരുത്വബലം. ഐസക് ന്യൂട്ടൻ കണ്ടെത്തിയ ഭൂഗുരുത്വബലം. മനസ്സിലായോ? ഈ പശുവിന്റെ ശരീരമാണ് ഗുരു. അതിന് ഇണചേരാൻ തോന്നിയ പട്ടി റോഡിൽ വെച്ച് ഇണചേരും. വിവാഹം വേണ്ട, പന്തല് വേണ്ട, താലി വേണ്ട, സദ്യ വേണ്ട, ഒന്നും വേണ്ട. ഗുരു ശരീരമാണ്. എന്നാ മനുഷ്യനോ? മനുഷ്യൻ ഇപ്പൊ ഇവിടുന്ന് മൂത്രയിക്കാൻ മുട്ടിയോട് ഒഴിക്കുവോ? മനസ്സ് പറയും ശരീരത്തോട്, തൽക്കാലം കുറച്ചു നേരം കൂടി ഇരിക്കും, അനങ്ങാണ്ട് കിടന്നോ പെരുങ്കോട്ടല്ലേ പറയില്ലേ? അവിടെ നിൽക്ക്. ശരീരത്തെ പിടിച്ച് നിയന്ത്രിക്കും. ഇണചേരാൻ കാമവികാരം ഉണർന്ന അപ്പോ പ്രകടിപ്പിക്കോ? സംസ്കാരം കുറയുന്നത് കാമത്തിന്റെ വിസ്ഫോടനം കൂടുമ്പോ സംസ്കാരം കുറയുന്നു. കാണുന്നില്ലേ? കണ്ടല്ലോ, നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് നമുക്ക് പ്രേമം വരുന്നത് ഒരു 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴൊക്കെയാണ് കുറേശ്ശെ പ്രേമെല്ലാം വരിക. വന്നാൽ തന്നെ പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ആരാദ്യം പറയും, ആരാദ്യം പറയും എന്ന് പറഞ്ഞിട്ട് മിണ്ടില്ല. അവസാനം സെൻഡ് ഓഫ് ആയാല് ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞൊരു ചെറിയ പുസ്തകമുണ്ട്, അതിൽ എഴുതി കൊടുക്കും. കര കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്ന് എഴുതി രണ്ടും 2 ബൈക്ക് പോയി. അന്ന് ഫേസ്ബുക്കും ഇല്ല, വാട്സപ്പും ഇല്ല, ഇൻസ്റ്റഗ്രാമും ഇല്ല. ഒരു പിടിയില്ല, പിന്നെ ഒരു പിടിയില്ല. കാരണം അന്ന് ഹോർമോണിന്റെ ശക്തി അത്രയേ ഉള്ളൂ. കാരണം ഉച്ചക്കെന്താ കറി? ചക്കക്കുരും വെള്ളരിക്കും ഓലൻ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൻ. ഇതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ? ഇപ്പൊ കുറച്ച് നല്ല ഭക്ഷണം എല്ലാം കഴിച്ച് വാട്സപ്പ് എല്ലാം വന്നതിന് ശേഷം അതാ പഴയ ആളെല്ലാം തപ്പി ഇറങ്ങിയിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമങ്ങൾ അല്ലേ എല്ലാരും. എന്നാ നമ്മുടെ കുട്ടികൾ ഇപ്പൊ നല്ല ഭക്ഷണം, നിങ്ങൾ അവരെ ഭക്ഷണം നോക്കൂ. ഓലൻ ഭക്ഷണം കഴിച്ചോ? എത്രയാ ഇറച്ചി, എത്രയാ മീന്, എത്രയാ വെളിച്ചെണ്ണ, എത്രയാ പാമോയില്, എത്രയാ തേങ്ങ. നല്ല ഭക്ഷണല്ലേ? അതുകൊണ്ട് 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് കുട്ടി മല്ലികാബാണൻ തന്റെ വില്ലെടുക്കും, മന്ദാരമലർ കൊണ്ടു ശരം തൊടുക്കും. കാമം ഡബിളാ. 9ാം ക്ലാസ്സിലെ പെണ്ണ് പ്രസവിച്ചു, വാർത്ത കേട്ടിട്ടില്ലേ? 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി പ്രസവിച്ചു. കുട്ടീന്റെ അച്ഛനാരാ? 8ാം ക്ലാസ്സിലെ പയ്യൻ. കണ്ടിട്ടില്ലേ? അതൊന്നും അവരുടെ കുറ്റമല്ല. നമ്മുടെ ഭക്ഷണത്തിന്റെ ബാലൻസ് തെറ്റുന്നു. സാത്വ രജോ തമോ ഭക്ഷണങ്ങളുണ്ട്. പച്ചക്കറിയും പഴങ്ങളൊക്കെ സാത്വിക ഭക്ഷണമാണ്. സായിപ്പന്മാരാ കൂടുതൽ ഇറച്ചി തിന്നുക. പക്ഷെ അവര് 2 കഷ്ണം പച്ചക്കറി കൂട്ടിയിട്ട് 1 കഷ്ണം ഇറച്ചി തിന്നുക. അവര് പഴങ്ങളാ കൂടുതൽ കഴിക്കുക. ഇറച്ചിന്റെ അത്ര തുല്യമായി പഴവും കഴിക്കും. ഇറച്ചിന്റെ ഇരട്ടി പച്ചക്കറി കഴിക്കും. നമ്മളെ കുട്ടികൾക്ക് പച്ചക്കറി വിളമ്പി വെക്കും. സാമ്പാർ വിളമ്പിയാൽ ഈ പ്രശ്നം വെക്കുന്ന ജ്യോതിഷികളുടെ അടുത്ത് പോയാൽ സാന്നിധ്യ ക്ഷേത്രാണി ബിംബാണി ത്രീണി ലഗ്നേന ചിന്തയിൽ പറഞ്ഞിട്ട് കബഡി നിരത്തുന്ന നാട്ടില്ലേ? അതുപോലെയാണ്. വെണ്ടക്കായി അങ്ങോട്ട്, മുരിങ്ങക്കായി അങ്ങോട്ട്, ക്യാരറ്റ് അങ്ങോട്ട്, വഴുതിനി അങ്ങോട്ട്, ചാറ് മാത്രം കൂട്ടി തിന്നിട്ട് വിളമ്പുന്ന ആളോട് സ്വകാര്യം ചോദിക്കും, പീസ് ഉണ്ടോ? പീസ് വേണം. ഇറച്ചി പൊരിച്ചതേ വേണ്ടൂ. ആവിയിൽ വന്നതും വെള്ളത്തിൽ വന്നതുമായി ഇറച്ചിയും വേണ്ട, എല്ലാം പൊരിച്ച ഇറച്ചിയെ വേണ്ടു. ഇതെല്ലാം തിന്നിട്ട് 5ാം ക്ലാസ്സിലെത്തുമ്പോ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു അല്ലേ? ഋതുമതിയാവും 5ാം ക്ലാസ്സിലെ കുട്ടി. ആൺകുട്ടി പ്രപ്പോസ് ചെയ്യും. UP സ്കൂളിലെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യും. എന്താ കാരണം? ശരീരം ഗുരുവായി, മനസ്സ് ലഘുവായി. ആമയും മുയലും പന്തയം വെച്ച കഥ കേട്ടിട്ടില്ലേ? മുയല് കുതിച്ചോടി, തിരിഞ്ഞു നോക്കുമ്പോ ആമ വളരെ പറയില്ല. എന്തിനാ നേരത്തെ പോകുന്നു? ഒന്ന് ഉറങ്ങിയിട്ട് പോവാ, ഒന്ന് വിശ്രമിച്ചു പോവാ. വിശ്രമിച്ച് ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോ ആമ പോയിട്ട് ട്രോഫിയും വാങ്ങി വരും. അധ്യാപകർ നമ്മളെ പഠിപ്പിച്ചു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. കഥ എവിടെ തീർന്നു? എന്നാൽ ആ കഥയെ നമുക്കൊന്ന് മാറ്റി പിടിക്കണ്ടേ? ആ കഥയെ മാറ്റി പിടിക്കുക. ആമ എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും, മനസ്സെന്ന് പറയുന്നത് മുയലുമാണ്. മനസ്സ് മുയലിനെ പോലെ കുതിച്ചു പായുമ്പോ ശരീരം ആമയെ പോലെ മെല്ലെ വളരുന്നു. നിങ്ങൾ പ്രസവിച്ചിട്ട് ഒരു കുട്ടി നടക്കാൻ തുടങ്ങിയപ്പോഴാ? ഒരു പശു പ്രസവിച്ച് 1/2 മണിക്കൂർ കൊണ്ട് എണീറ്റോടൂ. നമ്മളെ കുട്ടി പല കുറി വീടുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും. LKG-യിൽ അംഗനവാടി പോകുമ്പോൾ 3 വയസ്സാവും. 3ാമത്തെ വയസ്സിൽ ആ പശുക്കുട്ടിയെ ചെന്ന് നോക്കൂ. പ്രസവിച്ചിട്ട് മുലയൂട്ടുന്ന അമ്മയായിട്ടുണ്ടാവും. നമ്മുടെ ശരീരം ആമയെ പോലെ മെല്ലിയെ വളരൂ. മനസ്സോ
കുതിച്ചോടും. എന്തൊരു ബുദ്ധിയാണ് നമ്മുടെ കുട്ടികൾക്ക്, അത്ഭുതമാണ് കേട്ടോ. അക്കാര്യത്തിൽ നമ്മൾ നമസ്കരിക്കണം. നമ്മൾ പുതിയ ചെറുപ്പക്കാരെ മുഴുവൻ അങ്ങനെ കുറ്റപ്പെടുത്തണ്ട. അവരുടെ അറിവുണ്ടല്ലോ നമ്മുടെ 10 ഇരട്ടിയാ. നമ്മളെല്ലാം 600-ൽ 360 മാർക്ക് കിട്ടാൻ വേണ്ടിപ്പെട്ട പാടത്രയാ. അന്ന് പകുതി 210 കിട്ടാണ്ട് തോറ്റ വിദ്വാന്മാരല്ലേ നമ്മളല്ലേ. ഇന്നത്തെ കുട്ടികൾ 60 എന്ന് പറഞ്ഞാൽ 60% എന്ന് പറഞ്ഞാൽ A+ ഇല്ല, A ഇല്ല, B+ ഇല്ല, വെറും B മാത്രം. അവര് ഫുൾ A+ അധികവും. എങ്ങനെ? നല്ല ബുദ്ധിയാ. മുയലിനെ പോലെ കുതിച്ചോടുന്നു മനസ്സ്. ശരീരം ആമയെ പോലെ മെല്ലെ വളരും. പക്ഷേ ഒരു നിശ്ചിത പ്രായം എത്തുമ്പോൾ മുയൽ ഉറങ്ങുന്നു. ഈ ശരീരത്തിൽ ഈ ഹോർമോൺ ഉൽപാദനം തുടങ്ങുമ്പോ മനസ്സിനെ ശരീരം ഓവർടേക്ക് ചെയ്യുന്നു. ഏടുന്നെങ്കിൽ ഒരു ചെക്കൻ ചിരിച്ചു കാണിച്ചാൽ മതി, ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. 2 ആഴ്ച ഓർക്കുണ്ടാവില്ല. അടുത്ത ദിവസം പോയി മുയല് പോയി, അല്ല ആമ പോയി, മുയല് ഉറങ്ങി. പോറ്റി വലുതാക്കി അച്ഛനെയും അമ്മയെയും മറന്നിട്ട്, അവരെ അപമാനിച്ചിട്ട്, നാട്ടിന്റെ മര്യാദകളെല്ലാം മറന്നിട്ട്, നിന്റെ ശരീരത്തിന്റെ കാമം മാത്രം പ്രകടിപ്പിക്കാൻ വേണ്ടി കണ്ടവന്റെ കൂടെ പോകല്ല മോളെ എന്ന് പറയേണ്ട മനസ്സിന്റെ സംസ്കാരമാകുന്ന മുയൽ ഉറങ്ങി. മറ്റുള്ളവരുടെ സ്നേഹവും അച്ഛനമ്മമാരുടെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കൊടുക്കേണ്ട മുയല് ഉറങ്ങി. മറ്റെല്ലാവരും നമ്മളെ കണ്ടതിന് ശേഷമാണ് സ്നേഹിക്കാൻ തുടങ്ങിയത്. പക്ഷെ അച്ഛനമ്മമാർ സ്നേഹിക്കാൻ തുടങ്ങിയത് എപ്പോഴാ? നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്. ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ്, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണമായി ഉയർന്നു വന്ന അന്നു മുതൽ സ്നേഹിക്കാൻ തുടങ്ങിയവരല്ലേ അച്ഛനമ്മമാർ. അവരെ കരയിച്ചിട്ട് നിന്റെ സന്തോഷം, നിന്റെ ശരീരത്തിന്റെ സന്തോഷത്തിന് നമ്മളെ പെറ്റുപോറ്റ് വളർത്തിയവരുടെ കണ്ണീര് കൊണ്ട് നീ പ്രതികാരം ചെയ്യുന്നോ എന്ന് പറയേണ്ട മുയലുറങ്ങി. എന്താ പ്രശ്നം? തമോഭക്ഷണമാണ് കൂടുതൽ. രാജസ താമസ ഭക്ഷണമാണ്, എരിവും പുളിയാണ് രജോ ഭക്ഷണം. ഒരാഴ്ച പഴക്കമുള്ള ശവത്തിന് ബർമ്മ എന്ന് പേരിട്ട തിന്നൂല്ലേ? ഒരാഴ്ച പഴക്കമുള്ള ശവമാണ് തിന്നുന്നത്. പക്ഷെ ബർമ്മ എന്ന് പേരിട്ട് ഷവർമ്മ തിന്നുന്നില്ലേ? അതെല്ലാം തിന്നോട്ടെ, പക്ഷെ അതുപോലെ പച്ചക്കറിയും പഴങ്ങളും കഴിക്കുന്നില്ല. അതാണ് പ്രശ്നമാണ്. ഈ ഉള്ളില് വെളിച്ചമാണ് മനുഷ്യൻ. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ബുദ്ധിയിൽ പ്രചോദനമുണ്ടാക്കുന്ന ദൈവമേ, സൂര്യപ്രകാശമേ, ബാഹ്യപ്രകാശമല്ല, ആന്തരിക പ്രകാശമാണ് മനുഷ്യൻ. ബാഹ്യപ്രകാശം പക്ഷിമൃഗാദികളെല്ലാം കാണുന്നുണ്ട്, നമ്മളും കാണുന്നുണ്ട്. പക്ഷേ കണ്ണു വേണം അകത്തും പുറത്തും. പുറത്തു മാത്രം കണ്ണുപോയാൽ പോരാ, അകത്തും ഉണ്ടാവണം. കടമ്മനിട്ടിയുടെ കവിത കേട്ടിട്ടില്ലേ നിങ്ങൾ? ആരണ്യാന്തരഗഹ്വരോദരതപസ്ഥാനങ്ങളിൽ സൈന്ധവോദാരശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഇപ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട്. ആരന്തർമുഖരായിട്ട് ഉള്ളിലേക്ക് നോക്കി. പുറത്ത് വെളിച്ചമുണ്ടായിരുന്നില്ല. LED-യും CFL-ഉം കരണ്ടും ബൾബൊന്നും ഇല്ല. ഗുഹക്കകത്ത്, കാട്ടിനകത്ത്, കൊട്ടാരക്കെട്ടുകളിലല്ല ഉപനിഷത്തുകൾ ഉണ്ടായത്. കാട്ടിനകത്ത് അരണ്യകങ്ങൾ, ബൃഹദാരണ്യകം അല്ലേ, നൈവശാരണ്യകം. അരണ്യം കാടാണ്, കാട്ടിനകത്താണ് ഇതൊക്കെ ഉണ്ടായത്. ഗഹ്വരോദരങ്ങളിൽ, ഗുഹക്കകത്ത്. അവിടെ ബൾബ് CFL അല്ല, ഓടലെണ്ണ കത്തിച്ച മുനിഞ്ഞു കത്തുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്തിട്ടും ഊർജപത്രത്തിൽ കോറി എഴുതിയിട്ടുമാണ് ഇതൊക്കെ ദർശനങ്ങൾ ഉണ്ടായത്. അകത്ത വെളിച്ചമാണ് വളർന്നത്. ഗഹ്വരോദരങ്ങളിൽ, സൈന്ധവോദാരശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ, സിന്ധു നദിയുടെ മനോഹരമായ കറുത്ത മണൽത്തിട്ടകളിൽ ആരാണ് അന്തർമുഖരായിരുന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ പരിണാമത്തിന്റെയും സർഗാത്മകതയുടെയും സാരവും സത്തും എന്തെന്ന് തേടി അലഞ്ഞത്? അകത്തേക്ക് നോക്കിയപ്പോഴാണ് ഈ ഭാരതത്തിന് വെളിച്ചമുണ്ടായത്. പിന്നീട് നമുക്ക് ഉപനിഷത്തുകളും വേദങ്ങളൊക്കെ വന്നു, അഷ്ടാദശ പുരാണങ്ങൾ വന്നു, നമുക്ക് യൂണിവേഴ്സിറ്റി ഉണ്ടായി, നളന്ദയും തക്ഷശിലയും ശാരദയും സർവകലാശാലകളുണ്ടായി. അന്ന് അമേരിക്ക എന്ന് പറഞ്ഞൊരു രാജ്യം കണ്ടുപിടിച്ചിട്ടില്ല. ഉണ്ടോ? കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് നമുക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട് ഇല്ലേ? ഉപനിഷത്തുകളും വേദങ്ങളും പുരാണങ്ങളിലുള്ള കഥകൾ എത്രയാ? ഒരു കഥ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയോ? ഒരു യുക്തിഭംഗമുണ്ടോ? എല്ലാം ചേരണ്ട പോലെ ചേർത്തിട്ട് എഴുതി വെച്ച അത്ഭുതമല്ലേ? അത് കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞിട്ടാണ് വിദേശത്ത് വില്യം ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ ഉണ്ടായത്?
കഥകളും കവിതകളും ഉണ്ടായത്. ഇത്രയും ബുദ്ധിമാന്മാരായിരുന്നു. അതുകൊണ്ടാ പാശ്ചാത്യര് നമ്മളെ പറ്റി പറഞ്ഞത് വിസ്ഡം എറൈസ് ഫ്രം ഈസ്റ്റ്, വിവേകം കിഴക്ക് നിന്നുദിക്കുന്നു. കിഴക്ക് നമ്മൾ പൗരസ്ത്യരുടെ ബുദ്ധിയെ പറ്റി അവർക്കറിയാമായിരുന്നു. ഇതൊക്കെ പോട്ടെ, ഇംഗ്ലീഷ് മരുന്ന് ഉണ്ടായിട്ട് 200 കൊല്ലമായിട്ടുള്ളൂ. മെന്റലിയഫിന്റെ പട്ടികയും 104 മൂലകങ്ങളും എല്ലാം കണ്ടെത്തിയതിനു ശേഷമാണ് ലാബറട്ടറികളും ടെസ്റ്റ് ട്യൂബും പണലും മൈക്രോസ്കോപ്പും സ്കാനിങ്ങും എക്സ്റേ എല്ലാം കണ്ടുപിടിച്ചിട്ടാണ് ഇംഗ്ലീഷ് ചികിത്സകൾ ഉണ്ടായത്. ഇതൊന്നും ഉണ്ടായിരുന്നില്ല 1000 കൊല്ലം മുമ്പ്. ചരകനും സുശ്രുതനും അന്ന് നമ്മുടെ നാട്ടിലുള്ള മരങ്ങളുടെയും വള്ളികളുടെയും ചെടികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും തണ്ടും വായിലിട്ട് ചവച്ചരച്ച് നോക്കിയിട്ട് അമ്ല ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് വാദത്തിന് പറ്റുമോ, പിത്തത്തിന് പറ്റുമോ, കഫത്തിന് പറ്റുമോ എന്ന് കണ്ടെത്തിയിട്ട് നസ്യം ചെയ്യണോ, കിഴിവെക്കണോ, ബസ്തി വേണോ എന്ന് കണ്ടെത്തിയിട്ട് ആയിരക്കണക്കിന് കഷായവും അരിഷ്ടവും ലേഹ്യവും ബടകവും ഗുളികയും തൈരവും ഉണ്ടാക്കി വെച്ച ബുദ്ധി ചെറിയ ബുദ്ധിയാണോ? ഇന്നും നമ്മൾ ഈ ആയുർവേദ ഈ അലോപ്പതി എല്ലാം തകരുമ്പോ ആയുർവേദത്തിന്റെ അടുത്ത് ആശ്രയിക്കുന്നില്ലേ? അന്ന് എഴുതി വെച്ച സാധനം. ഇത്രയും ബുദ്ധി ഉണ്ടായിട്ടും നമ്മുടെ രാജ്യം എന്തേ പറകോട്ട് പോയി? ഗൗരവതരമായി ചിന്തിക്കണം, ഭക്തജനങ്ങൾ ചിന്തിക്കണം. ഇത്രയും വിവരമുള്ള പാരമ്പര്യം നമുക്കുണ്ട്. എന്നിട്ട് ഈ അമ്പലമുറ്റത്തുള്ള ഏതെങ്കിലും ഒരു സാധനം ഇന്ത്യ കണ്ടുപിടിച്ചിട്ടുണ്ട് പറഞ്ഞട്ടെ? നമ്മൾ ഭാരതീയര് കണ്ടുപിടിച്ച എന്താ ഉള്ള ഇവിടെ? ഈ മൈക്ക് കണ്ടുപിടിച്ച നമ്മളല്ല, പാശ്ചാത്യര. എന്റെ വാച്ച് കണ്ടുപിടിച്ച നമ്മളല്ല, ഈ കണ്ണടയും ഗ്ലാസും കണ്ടുപിടിച്ച നമ്മളല്ല, പേന കണ്ടുപിടിച്ച നമ്മളല്ല, കടലാസ് അച്ചടിയും കണ്ടുപിടിച്ച നമ്മളല്ല, ബൾബ് കണ്ടുപിടിച്ച നമ്മളല്ല, ഈ ഫാന് കണ്ടുപിടിച്ച നമ്മളല്ല. ഞാൻ വന്ന കാറ് കണ്ടുപിടിച്ചത്, ട്രെയിൻ കണ്ടുപിടിച്ചത്, ലോറി കണ്ടുപിടിച്ചത്, സ്കൂട്ടർ കണ്ടുപിടിച്ചത്, നിങ്ങൾ ഇരിക്കുന്ന ഈ കസേര പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചത് നമ്മളല്ല. എല്ലാം അവര് കണ്ടുപിടിച്ചു കൊണ്ടുവന്നു. എന്തുപറ്റി? അവിടെയാണ് ഗൗരവതരമായി പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥന ഉപരിപ്ലവം പോരാ. ആന്തരികമായ ചൈതന്യവും സത്യാന്വേഷണവും ശാസ്ത്രബോധവും വളർത്തിയെടുക്കാൻ നമ്മൾ പരാജയപ്പെട്ടു. പാശ്ചാത്യർ നല്ലോണം പള്ളിയുണ്ടാക്കി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവർ ശാസ്ത്രത്തിൽ അന്വേഷണവും നടത്തി, ശാസ്ത്ര നേട്ടങ്ങൾ ഉണ്ടാക്കി. സത്യം അന്വേഷിച്ചു അവര്, സത്യത്തിന്റെ പുറകെ പോയി. അന്നും അവിടെയും ഉണ്ടായിരുന്നു വിഷം കൊടുത്തു കൊല്ലുന്ന പുരോഹിതന്മാരുണ്ടായിരുന്നു സത്യം പറഞ്ഞതിന്റെ പേരിൽ. സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്ന സത്യത്തിൽ നിന്ന് പകരം ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഗലീലിയെ കൊല്ലാൻ നോക്കി. സോക്രട്ടീസിന് വിഷം കൊടുത്തു കൊന്നു ശാസ്ത്രം പറഞ്ഞതിന്റെ പേരിൽ. സോക്രട്ടീസുമാർ ധ്യാനിച്ചിരിക്കുമീ സ്വർണ സോപാനത്തിനരികിൽ മനുഷ്യ, ഹേ മനുഷ്യ, വലിച്ചെറിയൂ നിന്റെ വിഷപാത്രം. ഉപാസന, ഉപാസന. നമ്മുടെ ഉപാസനകൾ എന്തിനാ? നമ്മുടെ ഉപാസനകൾ ധാർമ്മികതയുടെയും സത്യത്തിന്റെയും വികാസത്തിന് വേണ്ടിയാവണം. അവിടെ ആ ദർശനം, ദാർശനികതയുടെ അടിത്തറയിലുള്ള ഭക്തി കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. ദർശനം വേണം അല്ലേ? ശബരിമലയിൽ പോകുമ്പോ പ്രാർത്ഥിക്കുന്ന എന്താ? ഉച്ചിയിലിരുമൂടി കെട്ടുമായി വരുന്നു ഞാൻ, അച്ഛൻ കോവിലയ്യപ്പ രക്ഷയേകു, സത്യമാം 18-ാം തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പൂരാനേ. എന്ത് ദർശന? യോഗപട്ടാസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്താവിന്റെ വിഗ്രഹം എനിക്ക് കാണാൻ പറ്റണമേ എന്ന് മാത്രമല്ല, ആ വിഗ്രഹത്തിനു മേലെ അതുക്കും മേലെ ഒരു ദർശനമുണ്ട്. അതാണ് ചാന്ദാഗ്യോപനിഷത്തിൽ ഉദാലകാരുണി ശ്വേതകേതു സംവാദത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന തത്വമസി. അത് നീയാകുന്നു, അത് നീയാകുന്നു. നീ തേടി നൽകുന്ന ആ ദൈവം നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതിനെ വളർത്താതെ എല്ലാം ദൈവത്തിൽ അർപ്പിക്കല്ല, നിന്റെ ഉള്ളിലുള്ള ദൈവശക്തിയെ ഉണർത്തും. മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്നാണ്. അപ്പൊ ഞാനും ദൈവവും ഒന്നായി മാറുന്ന ഒരവസ്ഥയാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി. അത് തന്നെ നീയും. അപ്പൊ രണ്ടുണ്ടല്ല, ദ്വൈതമില്ല, ഒന്നാണ്. അത് എന്നിലും ഹിന്ദുവിലും മുസൽമാനും ക്രിസ്ത്യാനികളിലും ചാണ്ടിയുമ്മനിലും ഉമ്മൻചാണ്ടിയിലും
എല്ലാം കുടികൊള്ളുന്ന ഒറ്റ ദർശനമാണെന്നാണ് വിവേകാനന്ദ സ്വാമി അവിടെ ചിക്കാഗോയിൽ പോയി പ്രസംഗിച്ചപ്പോഴാണ് ലോകം ഞെട്ടിത്തരിച്ച് ഹിന്ദുമതത്തിന്റെ ഈ ദാർശനികമായ അടിത്തറ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. വിവേകാനന്ദത്തെ ലോകം അത്ഭുതത്തോടെ കണ്ടത് അദ്ദേഹത്തിന്റെ മുഖസൗന്ദര്യവും അദ്ദേഹത്തിന്റെ കാവ്യവസ്ത്രത്തിന്റെ നിറവും കണ്ടിട്ടല്ല, അദ്ദേഹത്തിന്റെ ദാർശനികമായ വെളിച്ചം കണ്ടിട്ടാണ്. അദ്ദേഹം ആ കാവ്യവസ്ത്രം ഇട്ടിട്ട് ആ സൗന്ദര്യം കൊണ്ട് തെരുവിലൂടെ നടന്നിട്ട് ആ സമ്മേളനത്തിൽ ഒന്ന് കയറാൻ ചാൻസ് കിട്ടിക്കൊടുത്തില്ല. ഇന്ത്യയിൽ നിന്ന് ഹിന്ദുമതത്തിന്റെ സമാജക്കാർ ഒരുപാട് പോയിരുന്നു, അവരാരും ഇദ്ദേഹത്തെ അതിനകത്ത് പ്രസംഗിക്കാൻ ചാൻസ് കൊടുത്തില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ വാക്കുകളുടെ ഗരിമ കണ്ടെത്തിയിട്ട് ഒരു ക്രിസ്ത്യാനിയായ ഒരു സ്ത്രീ, ഒരു പ്രൊഫസർ, അവന് പുതക്കാൻ കമ്പിളി കൊടുത്തു. തണുത്ത മരവിക്കുന്ന ഐസ് വീഴുന്ന തെരുവിൽ റോഡരികിൽ ഒന്ന് കിടക്കാൻ സ്ഥലമില്ലാതെ കിടക്കുന്ന വിവേകാനന്ദൻ നരേന്ദ്രൻ എന്ന ആ ചെറുപ്പക്കാരൻ ഇവര് പുതപ്പ് കൊടുത്തിട്ട് വീട്ടിൽ റൂം കൊടുത്തിട്ട് പ്രസംഗിക്കാൻ ഒരു ചാൻസ് കൊടുത്തപ്പോ പറഞ്ഞു, ഒരു 5 മിനിറ്റ് ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 5 മിനിറ്റ്. കാരണം ഹിന്ദുമതത്തിന്റെ പ്രതീതികളായിട്ട് ആര്യസമാജക്കാരും ബ്രഹ്മസമാജക്കാരും അവിടെ നേരത്തെ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അതിന് എക്സ്ട്രാ ഒരു 5 മിനിറ്റ് കൊടുത്തു. മറ്റെല്ലാവരും ഇങ്ങനെ പ്രസംഗിക്കുന്നു, പലരും ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പ്രസംഗിക്കുന്നു, ആരും മൈൻഡ് ചെയ്യുന്നില്ല. കുറെ ആളങ്ങനെ അങ്ങൊന്നും ഇങ്ങൊന്നും വർത്തമാനം പറയുന്നു. പക്ഷെ ഇയാൾ അവിടെ പോയി നിന്നിട്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞപ്പോ എല്ലാവരും നോക്കി. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് ദി വേൾഡ്, സഹോദരന്മാരെ സഹോദരിമാരെ. അതെങ്ങനെയാ സഹോദരനാകുക? ഒരേ ഉദരത്തിൽ ജനിച്ചവനാണ് സഹോദരൻ. ഈ ഭൂമിയിലുള്ള എല്ലാവരെയും സഹോദരൻ എന്ന് വിളിച്ച് എങ്ങനെയാ? ഭൂമിയാകുന്ന മാതാവിന്റെ ഉദരത്തിൽ നിന്ന് ജനിച്ചവരാണ് എല്ലാവരും ഒന്ന് നോക്കി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഐ ആം ദി റെപ്രസെന്റേറ്റീവ് ഓഫ് ഹിന്ദുയിസം. ഐ ആം പ്രൗഡ് ഓഫ് ഹിന്ദു ബിക്കോസ്, ഞാൻ ഹിന്ദു എന്ന നിലയിൽ അഭിമാനിക്കുന്നതിന് കാരണം ഹിന്ദു ഈസ് നത്തിങ് എക്സ്ക്ലൂഡ്സ്, എവരിതിങ് ഇൻക്ലൂഡ്സ്. ഹിന്ദു ഒന്നിനെയും തിരസ്കരിക്കുന്നതല്ല, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന സ്വീകരിക്കുന്നതാണ് ഹിന്ദു. ലോകം അത്ഭുതത്തോടെ നോക്കി. ഉപനിഷത്തിന്റെയും വേദങ്ങളുടെയും ദർശനങ്ങളുടെ ഒഴുക്കായിരുന്നു പിന്നീട്. കൂടോത്രത്തിന്റെയും മന്ത്രവാദത്തിന്റെയും നരബലിയുടെയും അന്ധവിശ്വാസങ്ങളുടെയും ആഫ്രിക്കയാണ് ഇന്ത്യ എന്ന് ധരിച്ചു വെച്ചിരുന്ന പാശ്ചാത്യ ലോകം ഈ ദർശനങ്ങൾ കേട്ടപ്പോൾ ഞെട്ടി. ആ ദാർശനികതയുടെ കരുത്ത് അദ്ദേഹം ലോകത്തെ ബോധ്യപ്പെടുത്തിയപ്പോ ഇന്ത്യയിലുള്ള ജനങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറായി. അതുവരെ വിവേകാനന്ദനെ സ്വീകരിച്ചിരുന്നില്ല. ഇവിടുന്ന് ആദ്യം പ്രസംഗിക്കാൻ പോയ ടീം നിഷ്പ്രഭമായി പോയി. അവര് നാട്ടിൽ വിളിച്ചു പറഞ്ഞിട്ട് നാട്ടിലെത്തിയിട്ട് വിവേകാനന്ദൻ വരുമ്പോ അയാൾക്കെതിരായി പോസ്റ്റർ പതിച്ചു. ഇയാൾ അവിടെ പോയിട്ട് പോത്രച്ചു തിന്നും പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചു. അദ്ദേഹം ഇന്ത്യയിൽ ആകമാനം യാത്ര ചെയ്തു. ഈ ഇന്ത്യയുടെ സൗന്ദര്യം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്, ഇന്ത്യയുടെ ദാർശനികമായ ഗരിമയെ തിരിച്ചറിയാൻ ഇന്ത്യ വൻകരയിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങി നീന്തിയിട്ട് അവിടെ ഒരു പാറമേൽ കയറിയിരുന്ന് ധ്യാനിച്ചു. ഈ ഭാരതത്തിന്റെ ദാർശനികമായ സത്യവും സൗന്ദര്യവും കണ്ടെത്താൻ. എന്നിട്ട് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു, ഐ ആം ഗോയിങ്, ഐ വിൽ നെവർ കം ബാക്ക് ടിൽ ഐ ക്യാൻ ബേസ്റ്റ് ഓൺ ദി സൊസൈറ്റി ലൈക്ക് എ ബോംബ് ആൻഡ് ചേഞ്ച് ഇറ്റ് ലൈക്ക് എ ഡോഗ്. ഞാൻ ഈ സമൂഹത്തിന്റെ മേലെ ഒരു ബോംബായി, ദാർശനികതയുടെ അറിവിന്റെ ബോംബായി പൊട്ടിച്ചിതറി ആ അറിവിന്റെ പിറകെ പട്ടിയെപ്പോലെ എന്റെ പിറകെ വരുന്നാൻ അനുസരിപ്പിക്കാൻ കഴിയുന്നത് വരെ ഞാൻ തിരിച്ചു വരില്ലെന്ന് ശപഥം ചെയ്തിട്ട് പുറപ്പെട്ടു. ആ പുറപ്പെട്ടാണ് അദ്ദേഹം ഈ രാജ്യത്തെ ജനതയെ ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അടിമയായി തലയും കുനിച്ചു നിൽക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. എഴുന്നേക്കണോ, നീ മനുഷ്യനാണ്, നിനക്കറിവുണ്ട്. ഈ ശരീരത്തിൽ നിന്ന് പരയിലേക്കുള്ള യാത്രയിൽ വഴി എന്താണ്? ഈ ശരീരത്തിൽ നിന്ന് നീ വിജ്ഞാനത്തിന്റെ മനസ്സിലൂടെ ബോധത്തിന്റെ, വിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രജ്ഞാനത്തിന്റെയും വഴിയിലേക്ക് പോകും. പ്രജ്ഞാനം ബ്രഹ്മ. ആ പ്രജ്ഞാനത്തിന്റെ വഴിയിലേക്ക് പോകാൻ എഴുന്നേറ്റ് ജാഗ്രതയോടെ കൂടി ലോകത്തെ വീക്ഷിക്കൂ, ബോധമാർജിക്കുവാനുള്ള പ്രാപ്തി നേടൂ എന്ന് പറഞ്ഞു ആഹ്വാനം ചെയ്തപ്പോഴാണ് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം വേണമെന്നുള്ള ചിന്തയുണ്ടായത്. അങ്ങനെയാ സ്വാതന്ത്ര്യ സമരം ഉണ്ടായത്, അറിയോ? അതുവരെ സ്വാതന്ത്ര്യം വേണമെന്നുള്ള അഭിപ്രായം ഉണ്ടായില്ല. അറിവ് വേണ്ട, വായനശാലകൾ ഉണ്ടായത് അങ്ങനെയാണ്.
അക്ഷരങ്ങൾ പഠിച്ചത് അങ്ങനെയാണ്. അതുവരെ അറിവുള്ളവർ ഒരു പണിയെടുക്കില്ല, പണിയെടുക്കുന്നവർക്ക് അറിവുണ്ടായിരുന്നില്ല. അതാ രാജ്യം തകർന്നുപോയി. അറിവുള്ളവർ ഇതെല്ലാം പഠിച്ച ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാം പഠിച്ചവർ ഒരു പണിയെടുക്കാണ്ട് ശ്ലോകവും ചൊല്ലി മുറുക്കി തുപ്പി വെടിയും പറഞ്ഞിരിക്കും. എന്നാ പണിയെടുക്കുന്നവനോ ഓൻ അക്ഷരമില്ല, ഓൻ ഇതിനെപ്പറ്റി ABCD അറിയില്ല, ഓൻ അങ്ങ് അടുപ്പിക്കില്ല. ഈ അറിവും അധ്വാനവും കണക്ട് ചെയ്യുന്നതിൽ അതാണ് പ്ലസ്. അധ്വാനം X ആക്സിസ്, ചിന്ത Y ആക്സിസ്. ഈ X ആക്സിസും Y ആക്സിസും ചേരുന്നതിനായി പ്ലസ് എന്ന് പറയാം. മനസ്സിലായോ? നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, A+ന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം. അറിവും അധ്വാനവും, പ്രായോഗികമായ അറിവില്ല എന്ത് കാര്യം? അറിവിനെ കൊണ്ട് ഈ ലോകത്ത് നേട്ടം ഉണ്ടാവണ്ടേ? അപ്പൊ അത്തരത്തിൽ കൂട്ടിച്ചേർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ദാർശനികതയും ജീവിതവും കലർത്തിയപ്പോഴാണ് രാജ്യം വളർന്നത്. ഇപ്പൊ നമുക്ക് നല്ല ഭക്ഷണമായി, സ്വാതന്ത്ര്യമായി, നല്ല വീടായി, നല്ല കാറായി, റോഡായി. ഇപ്പൊ നോക്കുമ്പോ നമുക്കിനി ദൈവം മതി, അറിവ് വേണ്ട, അറിവ് വേണ്ട. ഭക്തജനങ്ങളിൽ ഇവിടെ ഇരിക്കുന്നതിൽ 90% ഞാൻ തെളിവ് തരാം. കല്യാണം കഴിഞ്ഞിട്ട് ഒരു പുസ്തകം വായിക്കാത്ത മാന്യന്മാരും മഹതികളും അല്ലേ ഇവിടെ ഇരിക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പുസ്തകം വായിക്കില്ല. ഞാൻ 2-3 മാസം മുമ്പ് കുവൈറ്റിൽ ഒരു പരിപാടിക്ക് അവിടെ പ്രസംഗിക്കാൻ പോയതാ. അവിടെ നിങ്ങൾ അറിയണം, അവിടെ ശിവഗിരി തീർത്ഥാടനത്തിൽ പ്രസംഗിക്കാനാണ് പോയത്. ശിവഗിരി തീർത്ഥാടനം അവിടെയോ? ശ്രീനാരായണ ഗുരു സഞ്ചരിച്ച റിക്ഷാ വണ്ടി അതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയും സൃഷ്ടിച്ച് ആത്മോപദേശ ശതകവും ചൊല്ലിക്കൊണ്ട് നൂറുകണക്കിന് ഭക്തന്മാർ മഞ്ഞ വസ്ത്രവും ധരിച്ചിട്ട് ഘോഷയാത്രയായിട്ട് നടക്കുന്ന ഒരു കാഴ്ച കുവൈറ്റിലുണ്ടായി. അറിയോ? അവർക്ക് ഇവിടെ ശിവഗിരി വരാൻ പറ്റാത്തതുകൊണ്ട് അവർ സങ്കല്പത്തിൽ ഒരു ശിവഗിരി ഉണ്ടാക്കിയിട്ട് ഇതും വലിച്ചിട്ട് നടന്നു. അത്ഭുതമായിരുന്നു. അവിടെ ആ പരിപാടിയുടെ പേര് തീർത്ഥാടനം എന്നായിരുന്നു. അവിടെ പ്രസംഗിക്കാൻ, ഗുരുദേവന്റെ ദർശനങ്ങളെ കുറിച്ച് പ്രസംഗിക്കാനാണ് ഞാൻ അവിടെ പോയത്. അവിടെ കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ കോൺസുലേറ്റിൽ ഒരു പരിപാടിക്ക് എന്നെയും കൂട്ടിപ്പോയി. എല്ലാ രാജ്യക്കാരും ഇരിക്കുമ്പോൾ എല്ലാവരും എന്നെ തന്നെ നോക്കുക. എന്റെ പ്രസംഗം കൊണ്ടൊന്നുമല്ല, ഞാൻ മലയാളത്തിലേ പ്രസംഗിച്ചു. അവര് നോക്കിയത് എന്റെ വസ്ത്രം കണ്ടിട്ടാണ്. അവിടെ എല്ലാവരും പാൻറ് ഇട്ടിട്ടാണ് നടക്കുക, അല്ലെങ്കിൽ അറബികളുടെ വലിയ ലോഹം. ഈ മുണ്ടെന്ന് പറഞ്ഞ സാധനം അവര്, മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട്. മലയാളികളെല്ലാം റൂമെന്നേ മുണ്ടെടുക്കും, പുറത്ത് മുണ്ടെടുക്കില്ല. ഞാൻ മുണ്ടെടുത്തിട്ടാ പോയത്. ആ മുണ്ടിങ്ങനെ നോക്കി ഇതെങ്ങനെയാണ് നിൽക്കുന്നതാണ് അവർക്ക് അത്ഭുതം. ഇതവിടെ നിൽക്കുന്ന എങ്ങനെയാന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവരെല്ലാം സെൽഫി എടുത്തു എൻ്റെ കൂടെ. മുണ്ടിന്, എൻ്റെ സൗന്ദര്യമല്ല, മുണ്ടിന്റെ ആ വസ്ത്രം കണ്ടിട്ട്. ഏറ്റവും അത്ഭുതം, ഞാൻ താമസിച്ച ഹോട്ടലിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കുളിക്കാൻ ഇറങ്ങുമ്പോൾ അവർ അത്ഭുതത്തോടു കൂടി എന്നെ നോക്കുക. വസ്ത്രം മാറും. അവർ കുളിമുറിയിൽ നിന്ന് വസ്ത്രം അയച്ചു മാറ്റിയിട്ട് പുതിയ സ്വിമ്മിംഗ് ഡ്രസ് ഇട്ടിട്ട് മാത്രമേ പുറത്തുള്ളൂ. മലയാളിക്ക് മാത്രം അറിയുന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ട്, അയക്കലും ഉടുക്കലും. അവർ ഓപ്പൺ ആയിട്ട് വസ്ത്രം മാറും. അയക്കലും ഉടുക്കലും ഒരേ സമയത്ത് നടത്തും. തോർത്ത് ചുറ്റിയാടെ പിടിച്ചിട്ട് മുണ്ട് ചുട്ടി വലിക്കുന്ന പരിപാടിയില്ലേ, ആ സാങ്കേതിക വിദ്യ അവർക്ക് അറിയില്ല. അതാണ് അവർ അത്ഭുതത്തോടെ നോക്കിയത്. ഉടുക്കലും അയക്കലും ഒരേ സമയം. അതിലൊരു കന്നഡക്കാരൻ വന്നിട്ട് എന്നെ പരിചയപ്പെട്ടു. ഐ ആം ഫ്രം കേരള എന്ന് പറഞ്ഞപ്പോ എന്നെ കെട്ടിപ്പിടിച്ചു. എന്നോട് പറഞ്ഞു, യു ആർ ഫ്രം ദി ലാൻഡ് ഓഫ് കഥകളി, കഥകളിയുടെ നാട്ടുകാരൻ. അദ്ദേഹം 5 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് എല്ലാ കൊല്ലവും കഥകളി കാണാൻ കോട്ടക്കൽ കഥകളി യോഗത്തിൽ വരും. 5 ലക്ഷം എല്ലാ കൊല്ലവും വരും കഥകളി കാണാൻ. നമ്മളെ നാട്ടിൽ ഫ്രീ ആയിട്ട് കാണിച്ചാൽ കാണാൻ പോകുന്ന അത്ര ആയിട്ട്. രണ്ടാമത് കാര്യം പറഞ്ഞത്, അദ്ദേഹം വായനയ്ക്ക് വേണ്ടി 1 മാസം നീക്കി വെച്ചവരാണ് മലയാളികൾ. വായനയ്ക്ക് വേണ്ടി 1 മാസം നീക്കി വെച്ചവർ. ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നു. രാമായണം, കർക്കിടക മാസം രാമായണ പാരായണം. നമ്മളെ സത്യം നമുക്കറിയാലോ. കർക്കിടക 31-ാം തീയതി ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകണ്ഠം സമാപ്തം എന്ന് പറഞ്ഞ് പൂട്ടിയാ പിന്നെ അടുത്ത 11 മാസം ഒരു അക്ഷരം വായിക്കൂല. നമുക്കറിയാലോ. എന്തേ? നമ്മുടെ പുസ്തകങ്ങളിൽ നിന്നല്ലേ നമുക്ക് ദൈവങ്ങളെ കിട്ടിയത്. കാവ്യങ്ങളില്ലായിരുന്നുവെങ്കിൽ നമുക്ക് കൃഷ്ണനെയും രാമനെയും അറിയുമോ? മലയാളികൾ രാമനെ അറിഞ്ഞത് ചീരാമകവിയുടെ ഇരാമചരിതം പാട്ട് വന്നതിന് ശേഷമാണ്. കൃഷ്ണനെ അറിഞ്ഞത് ചെറുശ്ശേരിയുടെ കൃഷ്ണപ്പാട്ട് വന്നതിന് ശേഷമാണ്. ആധ്യാത്മിക തത്വങ്ങൾ അറിഞ്ഞത് എഴുത്തച്ഛന്റെ കിളിപ്പാട്ടുകൾ വന്നതിന് ശേഷമാണ്. പാട്ട് വേണ്ട, കല വേണ്ട, പുസ്തകം വേണ്ട. നമുക്ക് അമ്പലം, പ്രാർത്ഥന, പൂജ, പായസം, ഭസ്മം, കളഭം, ചന്ദനം, ഇത് മതി. ഇതെല്ലാം ഉപരിപ്ലവമാണ്.
ഈ ചന്ദനവും കളഭവും ഉപരിപ്ലവമാണ്. അമ്പലത്തിൽ പോയി തൊഴുന്ന എന്തിനാ? ആ വെളിച്ചം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ. ആ വെളിച്ചം പെരുവിരലിലൂടെ ഹൃദയത്തിലേക്ക്, അതാണ് ഇങ്ങോട്ട് ചൂണ്ടുന്ന പെരുവിരല്. ദൈവത്തിനെ കൊള്ള ചൂണ്ടുവോ? ഇവിടെയും ഇവിടെയും ഇവിടുന്ന് ഒരു കണക്ഷൻ കൊടുക്കും, എക്സ്റ്റൻഷൻ കൊടുക്കും. ഇതാ ചിന്തയിലും വേണം വെളിച്ചം, ഹൃദയത്തിലും വേണം. ഇവിടെയാണ് വെളിച്ചം വളർത്തുന്നത്, ആന്തരികമായ വെളിച്ചം. അതാണ് ധിയോ യോന പ്രചോദയാത്. ആ വെളിച്ചം ശരീരത്തിൽ നിന്ന്, മാംസത്തിൽ നിന്ന് മനസ്സിനെ ഉയർത്തുന്ന പ്രക്രിയ രാമായണത്തിലേക്ക് ആരംഭിക്കുക. മനസ്സിനെ മാംസത്തിൽ നിന്നുയർത്തേണമേ, മലയിൽ വാഴും ഭഗവാനേ. അല്ലേ? അതാണ്. ഇഷ്ടംപോലെ ഭാര്യമാരുണ്ടായിരുന്നു അന്ന് രാജാക്കന്മാർ, ഇഷ്ടംപോലെ ഭർത്താക്കന്മാർ പെണ്ണുങ്ങൾക്കും ഉണ്ടായിരുന്നു. അതിനൊന്നും ഒരു വ്യവസ്ഥയില്ല. തോന്നും പോലെ ഇണചേർന്ന് രമിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് രാമന്റെ കാലഘട്ടമാകുമ്പോൾ, രാമന്റെ അച്ഛൻ ദശരഥനിലെത്തുമ്പോ ഭാര്യമാരുടെ എണ്ണം കുറഞ്ഞ് 3 ചുരുങ്ങി. കൗസല്യ, കൈകേയി, സുമിത്രയായി. രാമന്റെ കാലം എത്തുമ്പോഴേ ഒറ്റൊരു ഭാര്യ. അതാണ് രാമായണത്തിന്റെ പ്രസക്തി. മനസ്സിലായി? ഏകപത്നി വ്രതം. ആ അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ചിരിക്കുന്ന ആ വധുവിനെ, ആ ഭാര്യയെ 10 തലയുള്ളവൻ വന്നിട്ട് കടൽ കടത്തി കൊണ്ടുപോയി. എങ്ങോട്ടാ കൊണ്ടുപോയി ഒരു പിടിയില്ല, ഒരു വിവരമില്ല. പിന്നെ എന്ത് ചെയ്യാനാ? അന്ന് രാമൻ രാജകുമാരനും സുന്ദര കളയഭരനുമാണ്. ഒന്ന് മാട്രിമോണിയിൽ കൊടുത്ത 1000കണക്കിന് പ്രപ്പോസ് കിട്ടും, അല്ലേ? എന്നിട്ട് വേറെ നോക്കിയോ? ഇല്ല. ആ വധുവിനെ 10 തലയുള്ളവനല്ല, കടലിന്റെ അപ്പുറത്ത് കൊണ്ടുപോയാലും ഞാൻ പോയിട്ട് അവളെ തിരിച്ചു കൊണ്ടുവരുമെന്ന ഇച്ഛാശക്തി. അതാ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ മൂല്യം. അറിയണം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പിടിച്ചോ ഡൈവോഴ്സ് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുക്കുന്ന പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം. വിവാഹം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റും ഹൃദയങ്ങൾ ചേരലുമാണ്. അല്ലാതെ വെറും ശരീരങ്ങൾ വേഴ്ച നടത്താനുള്ള, ലൈംഗിക വേഴ്ച നടത്താനുള്ള ഒരു മാർഗമല്ല വിവാഹം. 2 സംസ്കാരങ്ങൾ ചേരുന്നത് കൊണ്ടാണ് 2 കുടുംബക്കാർ, 2 നാട്ടുകാർ ഒത്തുചേർന്നിട്ട് നിശ്ചയം നടത്തിയിട്ട് ആലോചന നടത്തുന്നത്. അതുകൊണ്ടാണ് നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ഭക്ഷണവും പന്തലും ഒരുക്കുന്നത്. അതൊരു ദിവ്യ ചടങ്ങാണ്. ആ പെണ്ണിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി തിരിച്ചു കൊണ്ടുവന്നു. അതാണ് രാമൻ. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ മൂല്യം. അച്ഛനും മകനും തമ്മിൽ എന്താ ബന്ധം? ദശരഥൻ മകനോട് വിളിച്ചു പറയുന്നു, നാളെ നീ അഭിഷേകം ഇളമയായി ചെയ്യണം, നീ അതിന്റെ ഏർപ്പാട് ചെയ്തോ. രാമൻ കുരുത്തോലിയെല്ലാം തൂക്കി രാത്രി തന്നെ ബാൻഡ് സെറ്റിൽ ഏൽപ്പിച്ചു. നാളത്തെ ആഘോഷത്തിന് വെടിക്കെട്ടൽ ഏൽപ്പിച്ചു പോയതാ. രാത്രിക്ക് കൈകേയി പറ്റിച്ചു. കൈകേയി പണ്ട് അസുര യുദ്ധത്തിൽ ദേവന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ദശരഥം പോയപ്പോൾ ഇയാളെ 10 രഥത്തിന്റെ ശക്തിയുള്ളത് കൊണ്ട് ഇവർ അസുരന്മാർക്ക് ഇയാളെ തോപ്പിക്കാനാവില്ല. 10 രഥത്തിന്റെ ശക്തിയാണ്, അതാ ദശരഥൻ. പക്ഷേ ഈ യുദ്ധം കാണാൻ വേണ്ടി കൈകേയി തീർത്ഥത്തിൽ ഒളിഞ്ഞിരുന്നു. അപ്പോഴാ കൈകേയി ഒരു കാര്യം സാധിച്ചു. രഥത്തിന്റെ ചക്രം പിടിപ്പിച്ച അച്യുതണ്ടില്ലേ, ആ ചക്രത്തിന്റെ പുറത്ത്, ചക്രം പുറത്തേക്ക് ഊരിപ്പോവാതിരിക്കാൻ ഒരു ആണി ഇടുമല്ലോ. ഈ ആണി ഊരിപ്പോയി. ചക്രം ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് പുറത്തേക്ക് പോവാ. ചക്രം പോയാ രഥം നോക്കും. രഥം നിന്ന് അപ്പ ദശരഥനെ കൊല്ലണം. കൈകേയി ഓട്ടൻ ഒന്നും ചിന്തിച്ചില്ല. ആണി ഊരിപ്പോയി എന്ന് പറയുമ്പോൾ ദശരഥന്റെ ശ്രദ്ധ പോയാൽ അപ്പ കൊല്ലും. കൈകേയി തന്റെ വിരലാട വെച്ചു കൊടുത്തു ആണിക്ക് പകരം. പിന്നെ ഈ വിരലുമ്മൽ ഒരഞ്ഞിട്ടാ ചക്രം പോയ. യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലാളിതനായി തിരിഞ്ഞു നോക്കുമ്പോൾ കൈകേയിന്റെ വിരലിങ്ങനെ കുടുങ്ങി കിടക്കുന്നു. വലിച്ചൂരി തോലെല്ലാം പോയിട്ട് ചോരി ഒലിക്കുന്ന ആ വിരൽ കണ്ടിട്ട് തന്നെ രക്ഷിച്ചത് നീയാണെന്നറിഞ്ഞപ്പോ ഇഷ്ടമുള്ള 2 വരം ചോദിച്ചോളാൻ പറഞ്ഞു ദശരഥൻ. കാരണം ദേവലോകത്തുള്ളത്, അന്ന് ദേവന്റെ ശക്തിയുണ്ട് ദശരഥൻ. കൈകേയി പറഞ്ഞു, ഇപ്പൊ എനിക്ക് ഒരാവശ്യമില്ല, അത് അക്കൗണ്ടിലിട്ട് ആവശ്യമുള്ളപ്പോ എടുത്തോളാം. അത് അക്കൗണ്ടിലിട്ട് രാമനെ അഭിഷേകം നടക്കുന്ന വിവരം അറിഞ്ഞിട്ട് അന്ന് കൈകേയി അക്കൗണ്ട് പലിശക്ക് പലിശയും കൂട്ടുപലിശയും അടക്കം വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി കൊടുത്തു. ഭരതനെ രാജാവാക്കണം, രാമനെ കാട്ടിലേക്കണം. അന്നത്തെ 2 വരം ഇപ്പം വേണം. ഇതാ ഭാര്യക്ക് എന്തെങ്കിലും കൊടുക്കണോ തീരുമാനിച്ചാൽ പിന്നേക്ക് വെക്കാതെ അപ്പപ്പ കൊടുത്ത് തീർത്തേക്കണം. പിന്നേക്ക് വെച്ച ആപത്താ. മനസ്സിലായോ? വിവരം അറിഞ്ഞിട്ട് ദശരഥ ബോധം കെട്ടുപോയി. പിന്നെ ബോധം വന്നപ്പോ രാമന്റെ കൊട്ടാരത്തിലേക്ക് എന്നെ എടുത്തുകൊണ്ടുവന്നു. രാമനോട് സങ്കടം പറഞ്ഞു, ദശരഥ എന്താ ചെയ്യാ? എനിക്ക് സത്യം അനുസരിക്കാതെ ഞാൻ അനുസരിക്കൂല എന്ന് കൈകേയെ പിടിച്ച് കാരാഗൃഹത്തിലിട്ടിട്ട് നിന്നെ അഭിഷേകം ചെയ്യാം. പക്ഷേ ദശരഥം മരിച്ചാലും സത്യം മരിക്കരുത്. അതുകൊണ്ട് രാമ, എനിക്ക് വേറെ നിവൃത്തിയില്ല. ഞാൻ ശപഥം ചെയ്തു പോയി, സത്യം ചെയ്തതാണ്. പക്ഷെ നിനക്കൊരു കാര്യം ചെയ്യാം. ക്ഷത്രിയന്മാർക്ക് ആയുധം ശക്തിയും പ്രധാനമാണ്. നീ എന്നെ പിടിച്ച് കാരാഗൃഹത്തിലിടും. നീ അഭിഷേകം നടത്തണം.
അപ്പൊ രാമൻ അച്ഛനോട് പറയുന്നൊരു വാക്കുണ്ട്, നമ്മൾ അറിയണം. അച്ഛാ, ഈ മക്കൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? 3 തരം മക്കളുണ്ട്. താതകാര്യം അനാജ്ഞപ്തമാകിലും മോദേന ചെയ്യുന്ന പുരുഷനുത്തമൻ. അച്ഛന്റെ ആഗ്രഹവും മനസ്സിലുള്ളതും അനാജ്ഞപ്തം, ആജ്ഞാപിക്കാതെ പറയാതെ തന്നെ മനസ്സിലാക്കി സന്തോഷത്തോടെ അനുഷ്ഠിക്കുന്ന മകനാണ് ഉത്തമപുത്രൻ. താതൻ നിയോഗത്താൽ ചെയ്തടങ്ങുന്നവൻ മധ്യമൻ എന്നറിഞ്ഞാലും അച്ഛൻ പറഞ്ഞിട്ട് കേൾക്കുന്നവൻ മധ്യമപുത്രനാണ്. പിന്നെയോ താതൻ നിയോഗിക്കലും ഇക്കാര്യം എന്നാലെ കർത്തവ്യമല്ലെന്ന് വെച്ചടങ്ങുന്നവൻ. അച്ഛൻ പറഞ്ഞിട്ട് ഞാനിത് ചെയ്യില്ലെന്ന് പറയുന്നവനാരാ? അധമനാണ്. ആണോ? അല്ല. ഉത്തമൻ, മധ്യമൻ, അധമൻ എന്നല്ല നമ്മുടെ മനസ്സിൽ വരുന്നത്. അല്ല, അധമൻ എന്നല്ല പറയുന്നത് രാമായണത്തിൽ. പിത്രോർമലമെന്ന് ചൊല്ലുന്നു സത്തുക്കൾ. അത് പിതാവിന്റെ മകനല്ല, മലമാണെന്നാണ്. നമ്മളെല്ലാം വീട്ടിൽ എത്ര മലമുണ്ടെന്ന് പോയി പരിശോധിക്കും. അതാണ് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ മൂല്യം. ഇനി ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള ബന്ധം എന്താ? രാമനോടെ കാട്ടുപോകാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ദശരഥൻ ലക്ഷ്മണനോട് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ലക്ഷ്മണൻ തന്റെ ജ്യേഷ്ഠന്റെ നിഴലായിട്ട് കാട്ടിലേക്ക് പോകുന്ന ലോകത്തെ ആദ്യത്തെ വളണ്ടിയർ. വളണ്ടിയർ എന്ന വാക്കിന്റെ മലയാളം അറിയാവോ? സ്വയം സന്നദ്ധ സേവകൻ. ആരും നിയോഗിക്കാതെ ജ്യേഷ്ഠന്റെയും ജ്യേഷ്ഠത്തിയുടെയും അംഗരക്ഷകനായിട്ട് കാട്ടിലേക്ക് പോയി. ആ ലക്ഷ്മണൻ പോയില്ലായിരുന്നുവെങ്കിൽ രാമനും സീതയ്ക്കും കാടൊരു ദുരന്തമാകുമായിരുന്നു. രാമനും സീതയ്ക്കും കാട് ഒരു ഹണിമൂണായിരുന്നു, ഒരു മധുവിധുവായിരുന്നു. കാരണം കൊട്ടാരത്തിൽ ഒരിക്കലും സ്വൈര്യം ഉണ്ടായിരുന്നില്ല, എപ്പോഴും ഭാര്യ. കാട്ടിൽ ഒരു പ്രശ്നമില്ല, എല്ലാം സാധു ജീവികളല്ലേ. കാനനത്തിൽ ശരത്കാലച്ചാരു ഭംഗികൾ നോക്കിയും കായും കനികളും പൂവും തളിരും തേടിയോടിയും ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ചും ഹന്തസുന്ദരി ഉല്ലസിച്ചാളങ്ങുമണ്ടും ഒരു പൂമ്പാറ്റ പോലവൾ. അങ്ങനെ നടന്നത് ഈ ലക്ഷ്മണൻ കാവലുള്ളത് കൊണ്ട്. ഇനി അമ്മയും മകനും തമ്മിലുള്ള ബന്ധം നോക്കൂ. ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകുമ്പോൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ പോകുന്നു സുമിത്രയുടെ. സുമിത്ര ലക്ഷ്മണനോട് പറയുന്ന ഭാഗമാണ് രാമായണത്തിലെ ഉത്തമ ശ്ലോകം. വരരുചി വിക്രമാദിത്യന്റെ സദസ്സിലെ കാളിദാസനും വേതാള ഭട്ടി കടകരപ്പരന്മാരുടെ സദസ്സിൽ ഉത്തമ ശ്ലോകം എന്ന് ചോദിച്ചപ്പോ പറയിപറ്റ പന്തിരുകുലത്തിന്റെ പിതാവായ വരരുചി പറഞ്ഞു കൊടുത്ത ശ്ലോകം സുമിത്ര ലക്ഷ്മണനെ അനുഗ്രഹിക്കുന്ന രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജം അയോധ്യാമടവിം വിദ്ധിം ഗച്ഛതാദയഥാസുഖം. കാട്ടിലെത്തിയാൽ രാമനെ ദശരഥനെ തുല്യനായി കാണണം, പിതാവായിട്ട് കാണണം. മാം വിദ്ധിം ജനകാത്മജം, അമ്മയ്ക്ക് തുല്യയായിട്ട് ജനകാത്മജയെ സീതയെ കാണണം. അയോധ്യാമടവിം വിദ്ധിം, കാടിനെ അയോധ്യയായിട്ട് കണ്ടാൽ മകനെ സുഖമായി പോയി വരിക. ലക്ഷ്മണൻ അത് അനുഷ്ഠിച്ചോ? തെളിവുണ്ട്. അമ്മയ്ക്ക് തുല്യമായിട്ട് സീതാദേവിയെ കണ്ടോ? സീതയെ രാവണൻ മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോ സീതയുടെ കയ്യിൽ കുറച്ച് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. കൊട്ടാരത്തിന് പോകുമ്പോൾ എടുത്തൊന്നുമല്ല. 10,000 വർഷം തപസ് ചെയ്ത സതിയാമനസൂയ തപസ്സാഫല്യമായി കിട്ടിയിരിക്കുന്ന അംഗരാഗങ്ങൾ, മാലകൾ, ആടകൾ, പണ്ടങ്ങളെല്ലാം സീതാദേവി അണിയിച്ചിട്ട് വീണ്ടും ഒരു വിവാഹ പന്തൽ ഇറക്കും പോലെ ചെയ്തൊരു ഭാഗമുണ്ട് രാമായണത്തിൽ. ഒരു ഉജ്ജ്വല മുഹൂർത്തം. ആ ആഭരണങ്ങൾ സീതയുടെ കയ്യിലുണ്ട്. അത് മുഴുവൻ തന്റെ ഉത്തരീയത്തിൽ ചുരുട്ടിയിട്ട് ആകാശത്തൂടെ പോകുമ്പോൾ ഒരു പർവ്വതത്തിന്റെ മേലെ 3 കുരങ്ങന്മാർ നിൽക്കുന്ന കണ്ടിട്ട് അവരുടെ ഇടയിൽ ഇട്ടു കൊടുത്തു. സീതാന്വേഷണത്തിനായി രാമൻ പോകുമ്പോ ഈ പർവ്വതത്തിൽ, ഋഷ്യമുഖാചല പർവ്വതത്തിന്റെ മേലെ ഈ കുരങ്ങന്മാരെ കണ്ടു. സുഗ്രീവൻ, ജാമ്പവാൻ, ഹനുമാൻ. സീതയെ അന്വേഷിച്ച് പോകാന്ന് പറഞ്ഞപ്പോ ആകാശത്തൂടെ ഒരു പെണ്ണ് കരഞ്ഞുകൊണ്ട് കട്ടുകൊണ്ടുവന്ന് കണ്ടു. അവരുടെ ആഭരണം ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങളുടെ ഭാര്യയുടെ ആണോ ഇത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തെക്കോട്ടാ കൊണ്ടുപോയെന്ന്. ആ ആഭരണങ്ങൾ, സീതയുടെ ആഭരണങ്ങൾ കണ്ടിട്ട് രാമൻ പൊട്ടി പൊട്ടി കരയുന്നു. രാമന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മണ, ഇത് നിന്റെ ജ്യേഷ്ഠത്തിയുടെ കമ്മലല്ലടാ, പറടാ. ലക്ഷ്മണൻ പറഞ്ഞു, അയ്യോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ജ്യേഷ്ഠത്തിയുടെ കമ്മൽ. മാലയോ ഞാൻ കണ്ടിട്ടില്ല. വളകൾ, മോതിരങ്ങൾ ഒന്നും കണ്ടിട്ടില്ല. രാമൻ ആകെ സങ്കടായി. അവസാനം പാദസരം, ഇത് ജ്യേഷ്ഠത്തിയുടെ തന്നെ. എല്ലാ ദിവസവും ആ മാതൃപാദങ്ങളിൽ, സീതയുടെ പാദങ്ങളിൽ പുഷ്പമർപ്പിച്ച് തൊഴുമ്പോ ഞാൻ ആ പാദസരങ്ങൾ കാണാറുണ്ട്. ജ്യേഷ്ഠപത്നിയുടെ ആഭരണങ്ങളിൽ ഒരു തവണ പോലും നോക്കാതെ പുണ്യശ്ലോകനായിരിക്കുന്ന ലക്ഷ്മണന്റെ ജ്യേഷ്ഠപത്നി, ജ്യേഷ്ഠന്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ വളയന്റെ എണ്ണെടുക്കുന്ന അനിയനല്ല കേട്ടോ. മനസ്സിലായോ?
അതാണ്. ഇനി ജ്യേഷ്ഠന്റെ ഭാര്യയോട് ലക്ഷ്മണൻ കാണിച്ച പോലെ അനുജന്റെ ഭാര്യയോട് ശ്രീരാമൻ കാണിച്ചൊരു ഭാഗമുണ്ട്. ഒരു നാടകം, രാമായണ നാടകത്രയങ്ങൾ, ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകത്രയത്തിൽ ഒരു നാടകത്തിന്റെ രംഗം കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വന്നു. രംഗമുണ്ട്. ലങ്കയിൽ നിന്ന് സീതയെ വീണ്ടെടുത്ത് കൊട്ടാരത്തിലെത്തിയിട്ട് അർദ്ധരാത്രിയിൽ യാത്രാ ആലസ്യത്താൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ശ്രീരാമൻ ആരും കാണാതെ അദൃശ്യനായിട്ട് അന്തഃപുരത്തിലേക്ക് പോകുന്നു. സീതയുടെ അന്തഃപുരത്തിലേക്കല്ല, ലക്ഷ്മണന്റെ അന്തഃപുരത്തിലേക്ക്. ഉർമിള, ലക്ഷ്മണന്റെ ഭാര്യ ഉർമിള, തന്റെ ഭർത്താവിനെ 14 സംവത്സരം കാണാതെ കേൾക്കാതെ അറിയാതെ ആ ഭർത്താവിനെ സ്മരിച്ചുകൊണ്ട് ഭർത്തൃമാതാക്കളെ ശുശ്രൂഷിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ കഴിഞ്ഞ ഉർമിള, ഭർത്താവ് ഗൾഫ് പോയാ പിറ്റേന്ന് വീഡിയോ കോൾ ചെയ്തിട്ടില്ല, കുഴപ്പറിയാലോ ഭാര്യ. എന്നാ 14 കൊല്ലം ഇയാൾ ഉണ്ടോ ഉറങ്ങിയോന്നറിയില്ല. കാട്ടുതീയിൽപ്പെട്ട് ബന്ധുപോയോ, മൃഗങ്ങൾ പിടിച്ച് ഭക്ഷണമാക്കിയോ, രാക്ഷസന്മാർ പിടിച്ച് വിഴുങ്ങിയോ, ഒരു വിവരമില്ലാതെ 14 കൊല്ലം താമസിച്ചു. അവളുടെ ഒരു ത്യാഗം. ആ ഉർമിളയുടെ പാദങ്ങൾ സ്പർശിച്ചിട്ട്, പ്രിയപ്പെട്ട അനുജത്തി, നിന്റെ ജീവിതത്തിന്റെ മഹാത്യാഗമാണ് എന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്ന കരയുന്ന രാമനെ നിങ്ങൾ കണ്ടു. അതാണ് ധാർമ്മികതയുടെ പാരമ്യത്തിലേക്ക് മനുഷ്യൻ കൊണ്ടുപോകുന്ന കാവ്യമാണ് രാമായണം. അതിലൊരുപാട് വിമർശനങ്ങൾ ഉണ്ടാവാം. ആ വിമർശനങ്ങളെല്ലാം ഇന്ന് ഇരുന്ന് ചിന്തിക്കുമ്പോഴാണ് വിമർശിച്ചുകൊണ്ട് ഞാൻ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതൊരു മൂല്യത്തിന്റെ ആരംഭമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബലരാമൻ. എന്താ ബലരാമൻ? വേദാന്തം പ്രസംഗിച്ചാ പോരാ, ഗോതമ്പം കൃഷി ചെയ്യണം, പണിയെടുക്കണം. ശ്ലോകം ചൊല്ലി ഇരുന്നാ മതിയോ? തിന്നണ്ടേ? കുട്ടികളോട് ചോദിക്കണം. കമ്പ്യൂട്ടറും എടുത്തിട്ട് മൊബൈൽ ഫോണും എടുത്തിട്ട് www.com MD എന്നടിച്ച മസാല ദോശ ഡൗൺലോഡായി കിട്ടില്ല. പണിയെടുക്കണം. കലപ്പ കൊണ്ട് ഉഴുതുമറിച്ച് കർഷണം നടത്തിയ കർഷകനാണ്. ഘർഷണമാണ്. അമ്പാടിയിൽ വെള്ളമിറക്കാൻ വേണ്ടിയിട്ട് കാളിന്തി നദിയിൽ അണകെട്ടിയിട്ട് കലപ്പ കൊണ്ട് കനാലുണ്ടാക്കിയ ആദ്യത്തെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയ ബലരാമൻ. അധ്വാനിക്കണമെന്നതിന്റെ പ്രതീകമാണ് ബലരാമൻ. അടുത്തത് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണനും ശിവനും ഒരുപാട് കാര്യങ്ങളിൽ സാമ്യതയുണ്ട്. ശിവനാണ് സംഗീതം. പഞ്ചാനനാണല്ലോ ശിവൻ. പഞ്ചാനൻ എന്താ? തൽപുരുഷം, വാമദേവം, അഘോരം, ഈശാനം, സദ്യോജാതം. 5 തലകളുണ്ട്. ഈ 5 തലകളിൽ നിന്നാണ് സംഗീതം ഉണ്ടാക്കിയത്. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം. 7 സ്വരങ്ങൾ ഉണ്ടാവുന്ന അതിൽ നിന്നാണ്. ആ സംഗീതത്തെ ഓടക്കുഴയിലാക്കിയിട്ട് കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവനാണ് കൃഷ്ണൻ. കരുണം, വീര്യം, ശൃംഗാരം, ബീവത്സം, അത്ഭുതം, വാസം, ശാന്തം, ഭയാനകം 9 രസങ്ങളിൽ രസരാജനായ ശൃംഗാരത്തിന്റെ 16,000 ഭാവങ്ങളുണ്ട്. ആ 16,000 ഭാവവും ബാക്കി 8 രസങ്ങളോടും രസങ്ങൾ കൊണ്ട് ലീലയാടിയവൻ, രാസലീലയാടിയവനാണ് കൃഷ്ണൻ. പുഴയെ സ്നേഹിച്ചവനാണ്. കാളിന്തിയും യമുനയും സഖിമാരായി കണ്ടവനാണ്. ആ കാളിന്തിയിൽ വിഷം കലർത്തുന്ന കാളിയനെതിരായി സമരം ചെയ്ത എക്കോ ഫ്രണ്ട്ലി ദൈവമാണ് കൃഷ്ണൻ. നമ്മള് എല്ലാ പ്രതിജ്ഞ എടുക്കുമെങ്കിലും ഒരു മഴ പെയ്യുമ്പോഴേക്ക് പുഴയിലെല്ലാം പ്ലാസ്റ്റിക് സഞ്ചിയും കുപ്പി ഒഴുകി വരുന്നത് ഇത്ര ഭക്തന്മാരുണ്ടായിട്ടും അത് തടയാൻ നമുക്ക് കഴിയുന്നില്ല. പിന്നെ എന്ത് കൃഷ്ണഭക്തരാ നമ്മൾ? പുഴയിൽ വിഷമുണ്ടാക്കുക. അതാണ് പാരിസ്ഥിതിയുടെ ശാസ്ത്രീയ വീക്ഷണം. മഴ പെയ്യുന്നത് ദേവേന്ദ്രന്റെ കരുത്തുകൊണ്ടല്ല. കേരളത്തിൽ മഴ പെയ്യുന്നത് പശ്ചിമഘട്ടമുള്ളത് കൊണ്ടാണെന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതുപോലെ അമ്പാടിയിൽ മഴ പെയ്യുന്നത് ഗോവർദ്ധന പർവ്വതം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഗോവർദ്ധനത്തെ പൂജിക്കൂ എന്ന് പറഞ്ഞവനാണ് കൃഷ്ണൻ. സർഗാത്മകതയുടെയും സൗന്ദര്യബോധത്തിന്റെയും പൂക്കൾ കൊണ്ട് വനമാല ചൂടിയവനാണ് കൃഷ്ണൻ. മനുഷ്യനാവണമെങ്കിൽ ധാർമ്മികത മാത്രം പോരാ, അധ്വാനം മാത്രം പോരാ, സൗന്ദര്യബോധവും സർഗാത്മകതയും വേണം. അതുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളുടെ ഉത്സവത്തോടനുബന്ധിച്ച് താളവും വാദ്യവും മേളവും സംഗീതവും നൃത്തവും ഒക്കെ അവതരിപ്പിക്കുന്നത് കൊണ്ടാണ്. സാധാരണ ധാരണകളുടെ കവാടബന്ധനം നടത്തി അദ്വിതീയമായ ഒരു സങ്കല്പത്തിലേക്ക് നാദത്തിലൂടെ നമുക്ക് ദൈവത്തിലെത്താൻ പറ്റും. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി. ഗുണദായിനി എന്ന് പറഞ്ഞാൽ മൂകാംബിക ഓടിക്കുന്നുകയറും. എന്നാൽ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. ഇപ്പൊ ദൈവമേറുന്നു. കാരണം നാദാത്മികേ, നാദത്തിലാണ്.
കൃഷ്ണകൃപാസാഗരം എന്ന് പാടണം, അല്ലേ? കൃഷ്ണനെയും വിഷ്ണുവിനെയും രാമനെയും ഒക്കെ സംഗീതത്തിലൂടെയാണ് ഉപാസന. എല്ലാ മന്ത്രങ്ങളും സംഗീതമല്ലേ? എല്ലാ വിഗ്രഹങ്ങളും കലയല്ലേ? ചിത്രങ്ങളെല്ലാം, ശിവന്റെയും വിഷ്ണുവിന്റെയും ചിത്രങ്ങളെല്ലാം അവര് ഫോട്ടോ എടുത്തയച്ചു തന്നു. ചിത്രകാരന്മാര് വരച്ചതല്ലേ? ശില്പികൾ കൊത്തിയുണ്ടാക്കിയതല്ലേ? അത് കലയല്ലേ? അല്ലാതെ സെൽഫി എടുത്തയച്ചു തന്നു അല്ലല്ലോ. കലയാണ്. രൂപങ്ങളല്ല, ദൈവങ്ങളുടെ ചിത്രങ്ങളും ശില്പങ്ങളും എല്ലാം കലയാണ്. മന്ത്രങ്ങൾ കലയാണ്, വാദ്യം കലയാണ്, നൃത്തം ശിവന്റെ താണ്ഡവം. തണ്ടുല മഹർഷി ചിട്ടപ്പെടുത്തിയത് കൊണ്ടാണ് താണ്ഡവ നൃത്തം എന്ന് പേര്. ആ താണ്ഡവ നൃത്തം നടരാജമൂർത്തിയാണ് ശിവൻ. പാർവതിയുടെ നൃത്തം ലാസ്യമാണ്. താണ്ഡവത്തിന്റെ തായും ലാസ്യത്തിന്റെ ലായും ചേർന്നിട്ടാണ് താളം ഉണ്ടായത്. താളം ഉണ്ടാവുന്നത്. താളം വേണ്ട. അപ്പൊ കലയുടെ പരിപ്രേക്ഷ്യത്തിൽ മാത്രമാണ് ഭാരതത്തിലെ ദൈവങ്ങളെല്ലാം ഉയർന്നു വന്നത്. നമുക്ക് കലാബോധമില്ല. കലാപബോധമാണെങ്കിൽ കാര്യമുണ്ടോ? ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കലാബോധം ഉണ്ടാവണം. അതിന് ആർദ്രത വേണം. ഈ ആർദ്രത സൃഷ്ടിക്കാൻ നമുക്ക് പ്രകൃതിയുടെ സൗന്ദര്യത്തെക്ക് ഏറ്റവും നല്ല അർച്ചന നെയ്യും കളഭവും ചന്ദനവും അല്ല, പുഷ്പാർച്ചനമാണ്. പുഷ്പാർച്ചനയാണ്. കാരണം പുഷ്പങ്ങൾ സൗന്ദര്യത്തിന്റെ പ്രതീകങ്ങളാണ്. മനുഷ്യൻ വന്നതിന് ശേഷമാണ് പുഷ്പങ്ങളിൽ സൗന്ദര്യം ആസ്വദിച്ചത്. മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പും കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പുഷ്പങ്ങളെ നോക്കിയിട്ട് തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു പൂജയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടാൻ ഒരു പൊട്ടൻ ഉണ്ടായിരുന്നില്ല ഇവിടെ. മനുഷ്യൻ വന്നതിന് ശേഷമാണ് പൂവിന് സൗന്ദര്യം മനസ്സിലായത്. ആ പൂവിലാണ്, മഹാവിഷ്ണുവിന്റെ നാഭിയിൽ തന്നെ പൂവല്ലേ. ആദിമ ചൈതന്യ നാഭിയിൽ വീരിയും ആയിരമിതളുള്ള താമരയിൽ രചനാ ചതുരൻ ചതുർമുഖനുണർന്നോ. അങ്ങനെയാണ് ബ്രഹ്മാവ്. പങ്കജന സംഭവനാണ്. താമരപ്പൂവിൽ ഉണ്ടായവനാണ് ബ്രഹ്മാവ്. പങ്കജനാഭൻ പത്മനാഭനാണ് വിഷ്ണു. താമരപ്പൂവിന്റെ സൗന്ദര്യം അതാണ്. അത്തരത്തിൽ സൗന്ദര്യബോധം. അപ്പൊ സത്യാന്വേഷണം നടത്തുക, യഥാർത്ഥ സത്യത്തെ അന്വേഷിക്കുക, നന്മ ചെയ്യുക. ശിവം ശിവം എന്ന് പറഞ്ഞാൽ നന്മയാണ്. എന്താണ് ശിവരാത്രി? ലോകത്തെ ഏറ്റവും ശിവം നടന്ന രാത്രിയാണ് ശിവരാത്രി. ഈ ലോകത്തിന് ഇരുട്ടും വെളിച്ചവും കറുപ്പും വെളുപ്പും അമൃതും വിഷവും ഒക്കെ ഉണ്ടാവും. പ്രപഞ്ചമാം പാൽക്കടൽ ആവതൊന്നാം പഠിച്ച മട്ടൊക്കെ മതിച്ചു നോക്കാം. സ്വഭോഗമാത്രോചിതമായി ലഭിക്കും സുഖാമൃതം ദുഃഖ വിഷാംബു വിശ്രം. സുഖം മാത്രം ഒരിക്കലും ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവും. പക്ഷെ സുഖം മാത്രം ഉണ്ടാക്കാൻ മരണമില്ലാത്തൊരു ലോകത്തിന് വേണ്ടി അമൃത് കടയാൻ വേണ്ടി ദേവന്മാര് ശ്രമിച്ചു. പക്ഷേ സങ്കടത്തിന് ഹരിജി കൊടുത്തിട്ട് പാസ്സായത് പരമസങ്കടം. അതുപോലെ ആദ്യം കിട്ടിയത് അമൃതല്ല, കാളകൂടമാണ്. കാരണം എത്ര അമൃത് ഒരു ഭാഗത്ത് ഊറിക്കൂടുന്നോ അത്ര വിഷം മറുഭാഗത്തേക്ക് ഊറിക്കൂടും. അത് പ്രകൃതി നിയമമാണ്. ഇപ്പൊ AC ഫിറ്റ് ചെയ്തില്ലേ? കല്യാണം കഴിയുന്ന ചെക്കനും പെണ്ണിനും മാത്രം കിടക്കുന്ന റൂമിൽ AC ഫിറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന സ്വാർത്ഥത എന്താണെന്നറിയോ? അവന്റെ പൈസക്കോനെ AC ഫിറ്റുന്ന. പക്ഷെ അതിൻ്റെ അകത്തെ ചൂട് മുഴുവൻ വലിച്ച് പുറത്തുള്ള ആളായി ചൂട്. ഇത് എത്ര തണുക്കുന്നോ അത്ര ചൂട് പുറത്തുണ്ടാവും. മനസ്സിലായോ? ഇതിന്റെ അകത്ത് എത്ര തണുപ്പിക്കുന്നോ അത്ര ചൂട് പുറത്തേക്ക് ഉണ്ടാവും. അതുകൊണ്ട് അച്ഛനും അമ്മയും കിടക്കുന്ന റൂമിലേക്ക് AC-ന്റെ ചൂടങ്ങ് വിട്ടിട്ട് സ്വന്തം റൂമിൽ AC കിടന്നുറങ്ങുന്ന ഭാര്യ ഭർത്താക്കന്മാർ എന്തൊരു സ്വാർത്ഥന്മാരെന്നറിയാമോ? അതാണ്. അതുകൊണ്ട് മിനിമം അച്ഛനും അമ്മയും കിടക്കുന്ന റൂമിൽ AC ഫിറ്റ് ചെയ്തിട്ടേ സ്വന്തം റൂമിൽ AC കേട്ടോ. അതൊരു മാന്യതയാണ്. എന്ന് പറഞ്ഞാൽ എത്ര തണുപ്പ് കൂട്ടിവെക്കുന്നു അത്ര ചൂടപ്പുറത്ത് കൂടും. അതുപോലെ എത്ര അമൃത് വരുന്നു അത്ര കാളകൂടം. ഈ കാളകൂടം എന്ന ബ്ലാക്ക് ഹോൾ കൊണ്ട് ഈ ലോകം നശിച്ചു പോകുമെന്ന് വന്നപ്പോ അതിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്തി കുടിച്ചത് ശിവനാണ്. അതുവരെ ആൻ മാത്രമായിരുന്നു. ആൻ എന്നായിരുന്നു ദൈവത്തിന്റെ പേര്. ശിവം ചെയ്തപ്പോ ശിവനായി. ശിവം നന്മ. അത് മുഴുവൻ ഏറ്റുവാങ്ങി രക്ഷപ്പെടുത്തി. യേശുക്രിസ്തുവിന് തുല്യനാണ്. ലോകത്തിന്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങിയ ആളാ യേശുക്രിസ്തു എന്ന് പറഞ്ഞതിന് അതിനേക്കാളും എത്രയോ കാലം മുമ്പാണ് ശിവൻ ലോകത്തിന്റെ മുഴുവൻ നെഗറ്റീവ് ഊർജവും ഏറ്റുവാങ്ങിയിട്ട് അതിജീവിച്ചവനാണ് ശിവൻ. അതാണ് ശിവനായത്. സത്യമുണ്ടാവണം, നന്മ. ഓം നമഃ ശിവായ. ഞാനല്ല, ശിവം നന്മയാണ് പ്രധാനമെന്നാണ് അതിന്റെ അർത്ഥം. നമ എന്ന് പറഞ്ഞാൽ മാ എന്ന് പറഞ്ഞാൽ ഞാൻ, നാ എന്ന് പറഞ്ഞാൽ അല്ല.
നോ നമ എന്ന് പറഞ്ഞാൽ നോട്ട് മീ, ഞാനല്ല. പിന്നെ ശിവമാണ് പ്രധാനം, ലോകമംഗളമാണ് പ്രധാനം. അതാ ഓം നമ ശിവായ. എന്നേക്കാൾ ഞാൻ ഈ ലോകത്തിന്റെ നന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് അർത്ഥം ഓം നമ ശിവായ എന്ന മന്ത്രത്തിന്. അപ്പൊ സത്യം അന്വേഷിക്കുക, നന്മ ചെയ്യുക, മാനവിക ബോധമുണ്ടാവുക, സൗന്ദര്യബോധമുണ്ടാവുക, സൗന്ദര്യത്തെ ഉപാസിക്കുക. സുന്ദരം പൊൽത്തിങ്കൽ കല പൊട്ടു തൊട്ട ഹിമവൽ ശൈലാദ്രി ശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്തധൂർജടി ഹസ്തമാർന്ന തുടിതൻ ഉത്താളടുണ്ടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം. സത്യം ശിവം സുന്ദരം ഭാരതത്തിലെ ദൈവവിശ്വാസത്തിന്റെ 3 അടിത്തറകളാണ്. ദാർശനികവും മാനവികവുമായിരിക്കുന്ന അടിത്തറ. ആ അടിത്തറയുടെ മേലെ വേണം നിങ്ങളുടെ ഭക്തിയാകുന്ന ഗോപുരം നിർമ്മിക്കാൻ. അത്തരത്തിൽ മനുഷ്യ സ്നേഹത്തിന്റെയും തത്വശാസ്ത്രത്തിന്റെയും അടിത്തറയിൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഭക്തി വളർന്നു വന്നാൽ പുതിയ പുതിയ സത്യം അന്വേഷിക്കാൻ, പുതിയ പുതിയ അറിവ് നേടാനുള്ള പരിശ്രമം, മരണം വരെ ചിന്തിക്കുകയും വായിക്കുകയും ചെയ്യുന്ന, അറിവ് വികസിപ്പിക്കുന്ന, അവിദ്യയിൽ നിന്ന് വിദ്യയിലേക്കുള്ള യാത്ര നടത്തുന്ന ആളായി മാറുമ്പോൾ നിങ്ങൾ ഭക്തനാവും. എന്താണ് ഭക്തൻ? ഭാ എന്ന് പറഞ്ഞാൽ ശോഭ, പ്രകാശം ഉള്ളിലേന്തിയവനാണ് ഭക്തൻ. മനസ്സിലായി? അത്തരത്തിലുള്ള ഭക്തനാവാൻ ഈ ശിവരാത്രി മഹോത്സവം, ഈ തോട്ടക്കാട് ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം നിങ്ങൾക്ക് കരുത്തുണ്ടാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഉത്സവത്തിന് എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകരോടും ഇത്ര നേരം ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുകയായിരുന്നു. ഈ സദസ്സിലിരിക്കുന്ന, സാധാരണ അമ്പലപ്പറമ്പിൽ സദസ്സിൽ കുറച്ചേരം കേട്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾ കുറച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ വന്ന പോലെ ഒരു പോക്കുണ്ട്. എന്നാൽ ഒരു ക്ലാസ് റൂമിൽ പോലും ഇത്ര അച്ചടക്കത്തിൽ ഇരുന്ന് കേൾക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഇരുന്ന് കേട്ടതിന് നിങ്ങളോട് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്തേ.